വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ബയോ മൈനിംഗ് അന്തിമഘട്ടത്തിലേക്ക്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS മെയ് 19 ബയോ മൈനിംഗ് സ്ഥലം സന്ദർശിക്കും. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ബയോ മൈനിംഗ് അന്തിമഘട്ടത്തിലേക്ക്. കുമ്പളങ്ങാട് 5-ാം വാർഡിൽ 1.5 ഏക്കർ സ്ഥലത്ത് നടത്തുന്ന പ്രക്രിയയിൽ 15,000 ടൺ മാലിന്യം ബയോ മൈനിംഗ് പൂർത്തീകരിച്ചു. 130 ടൺ RDF മാലിന്യങ്ങൾ സിമന്റ് ഫാക്ടറിയിലേക്ക് കയറ്റി അയച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ മെയ് 19 ബയോ മൈനിംഗ് സ്ഥലം സന്ദർശനം നടത്തും. 30 വർഷത്തോളം പഴക്കമുള്ള ഏകദേശം 20,000 ടൺ മാലിന്യങ്ങൾ 3 സോണുകളായി തിരിച്ചാണ് ബയോ മൈനിംഗ് നടത്തുന്നത്. ഇതിൽ 2 സോണുകളുടെ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. ഒരു സോണിന്റെ പ്രവർത്തനം പ്രാരംഭഘട്ടത്തിലുമാണ്. ആധുനിക ട്രോമൽ യന്ത്ര സംവിധാനത്തിന്റെ സഹായത്തോടെ പ്ലാസ്റ്റിക്, റബ്ബർ തുടങ്ങിയ മാലിന്യങ്ങൾ വേർതിരിച്ചാണ് സിമന്റ് നിർമ്മാണ മേഖലയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. പ്രതിദിനം 400 ടൺ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുവാനുള്ള ശേഷി ഈ യന്ത്ര സംവിധാനത്തിനുണ്ട്. കൂടാതെ മണ്ണ് പരിശോധിച്ച ശേഷം അനുയോജ്യമായാൽ പുനരുപയോഗിക്കുവാനും ഇതുവഴി സാധിക്കും. ലോകബാങ്കിന്റെ സഹായത്തോടെ KSWMP ഫണ്ടിൽ നിന്നും 9 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. ഈ മാസം അവസാനത്തോടെ പദ്ധതി പൂർത്തീകരിക്കാനാകും. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ നേതൃത്വത്തിലാണ് ബയോ മൈനിംഗ് നടത്തുന്നത്. VCV ന്യൂസ്, കുമ്പളങ്ങാട്. You are watching VCV News.